പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയോടുള്ള താൽപര്യം കുറയുന്നു. കർശനമായ കുടിയേറ്റ നിയമങ്ങളാണ് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട രാജ്യമായ കാനഡയിൽ നിന്നും വിദ്യാർത്ഥികൾ തിരിച്ചുവരുന്നതായി റിപ്പോർട്ട്. കാനഡയോടുള്ള താൽപര്യം ഇന്ത്യക്കാർക്ക് കുറയുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായി കാനഡയിലേക്ക് ചേക്കേറാൻ കാത്തിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണുള്ളത്. സമീപകാലത്ത് കാനഡ ഏർപ്പെടുത്തിയ കർശനമായ കുടിയേറ്റ നിയമങ്ങളാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുക്കുന്നത് ഇറ്റലിയും ജർമ്മനിയുമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാനഡയിലെ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം 2023 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 51.6% ഇന്ത്യക്കാരായിരുന്നു. എന്നാൽ 2025 സെപ്റ്റംബറിലെ കണക്കിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റഡി പെർമിറ്റുകളിലെ നിയന്ത്രണം, വിസ നിരസിക്കപ്പെടുന്നതിലെ വർധനവ്, കാനഡയിലെ ഉയർന്ന ജീവിത ചെലവ് ഇതെല്ലാം വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള AI സൂചികയിൽ മുന്നേറി UAE. AI മേഖലയിലെ നിക്ഷേപം, ഗവേഷണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലെ കുതിച്ചുചാട്ടമാണ് നേട്ടത്തിന് പിന്നിൽ. AI മേഖലയിലെ നിക്ഷേപം, ഗവേഷണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ കൈവരിച്ച കുതിച്ചുചാട്ടമാണ് ഈ നേട്ടത്തിലേക്ക് UAE നയിച്ചത്. സ്റ്റാൻഫോർഡ് സർവകലാശാല പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മധ്യപൂർവ്വ രാജ്യങ്ങളിൽ നിന്നും ഈ പട്ടികയിൽ ഒന്നാമതെത്തിയതും UAE ആണ്. ലോകോത്തര നിലവാരമുള്ള ഗവേഷണമാണ് AI സഹായത്തോടെ രാജ്യത്ത് നടക്കുന്നത്. AI സാങ്കേതിക വിദ്യയുടെ വികസനത്തിനായി കോടിക്കണക്കിന് ദിർഹത്തിന് നിക്ഷേപമാണ് UAE സർക്കാർ നടത്തുന്നത്. ലോകത്തെ ആദ്യത്തെ AI മന്ത്രാലയം സ്ഥാപിച്ച രാജ്യവും UAE ആണ്. അബുദാബി ആസ്ഥാനമായുള്ള AI കമ്പനിയായ G42 മൈക്രോസോഫ്റ്റ് പോലുള്ള വൻകിട കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. സുരക്ഷിത AI ഉപയോഗത്തിനായി വ്യക്തമായ നിയമങ്ങളും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ സ്വദേശീവൽക്കരണം കടുപ്പിക്കുന്നു. സിവിൽ സർവീസ് കമ്മീഷൻ പുതിയ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചു. സ്വദേശീവൽക്കരണ നടപടികളുടെ ഭാഗമായി സിവിൽ സർവീസ് കമ്മീഷൻ പുതിയ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചു. പ്രവാസികളായ 4000-ഓളം അധ്യാപകരെ ഘട്ടം ഘട്ടമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് തീരുമാനം. കുവൈറ്റിലെ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ വിപണി ഏകീകരിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. 8 സ്പെഷ്യലൈസ് മേഖലകളിലെ 3795 വിദേശികളായ അധ്യാപകരുടെ സേവനം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കും. ഇത് അധ്യയന വർഷത്തിന്റെ അവസാനം മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ ഈ മേഖലയിലെ സ്വദേശികൾ മാത്രമാകും ജോലിയിലുണ്ടാവുക. ഇസ്ലാമിക വിദ്യാഭ്യാസം, ശാരീരിക വിദ്യാഭ്യാസം, ഫ്രഞ്ച് ഭാഷ, ഗാർഹിക സാമ്പത്തിക ശാസ്ത്രം, കലാവിദ്യാഭ്യാസം, കിൻഡർ ഗാർഡൻ, മനഃശാസ്ത്രം, സാമൂഹിക പഠനം എന്നീ മേഖലകളിലാണ് സ്വദേശീവൽക്കരണം നടപ്പിലാക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. സ്വദേശീവൽക്കരണം നടപ്പിലാക്കുന്നതോടെ ഇവർ പ്രതിസന്ധിയിലാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.